നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. രാവിലെ എപ്പോഴത്തെയും പോലെ കണ്ണുകൾ തുറന്നവൾ ആദ്യം കാണുന്നത് തനിക്കരിയിൽ ഓടാൻ പോകുന്ന പോലെ കിടക്കുന്നവനെയാണ്. അവന്റെ ആ കിടത്തതിൻ്റെയാണെന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി ഉടുത്തിരുന്ന മുണ്ട് പാതി ആ ദേഹത്ത് നിന്ന് വിട്ടകന്നിട്ടുണ്ട്. അതിനിടയിൽ ഒരു കളസം ഇട്ടിരിക്കുന്നതുകൊണ്ട് ചെക്കൻ്റെ മാനം പോയില്ല. എപ്പോഴും പുറകിലേക്ക് ഓതി വെക്കുന്നവന്റെ മുടിയിഴകൾ ആ മുഖം മറച്ചുകൊണ്ട് വീണ് കിടക്കുന്നുണ്ട്. അപ്പുറത്തെ കയ്യിൽ ഒരു തലയിണയും ഇപ്പുറത്തെ കയ്യിൽ തന്നെയും ഒരുപോലെ ചുറ്റി വരിഞ്ഞുകൊണ്ടാണ് ആശാന്റെ കിടത്തം അത്രയും. അവന്റെ ആ കിടത്തം കാണെ അവളുടെ ചുണ്ടുകളൊന്നും മന്ദസിച്ചു. രാവിലെ ആകുമ്പോഴേക്കും ഇതിങ്ങനെ വലിച്ചു വരച്ച് കളയാനായിരുന്നെങ്കിൽ എന്തിനാണാവോ കുഞ്ഞിത്തമ്പുര ഇന്നലെ രാത്രി ഇതുമാത്രം ബാക്കി വെച്ച്. അവളൊന്ന് ഞൊടിഞ്ഞുകൊണ്ട് ഒന്ന് കൈയെത്തിച്ച് ആ മുണ്ടെടുത്ത് അവന്റെ മേലേക്ക് ഇട്ട് കൊടുത്തു. ആഹാ, എന്താ കിടത്തം! ഇന്നലെ രാത്രി അമ്മാതിരി കന്നന്തിരിവെല്ലാം കാണിച്ചു വെച്ചിട്ട് കിടക്കുന്നു നോക്ക്, ചൊറിയൻ ചേന. അവളൊരു കുഞ്ഞുകുട്ടിയുടെ മുഖഭാഗത്തോടെ കിടന്നിറങ്ങുന്നവന് നേർക്ക് തലയിൽ കൈ താങ്ങി തിരിഞ്ഞു കിടന്നുകൊണ്ട് പറഞ്ഞു. സമയം 6 മണിയോട് അടുക്കുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ അലാറ അടിക്കാറാവുന്നേയുള്ളൂ. പുറത്ത് നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട്. അതിന്റെ തണുപ്പ് നല്ല പോലെ ആ വീടിനകം മുഴുവൻ ബാധിച്ചിട്ടുണ്ട്. എന്ത് തണുപ്പാ ഇത്! അവളൊന്നുകൂടെ പറഞ്ഞുകൊണ്ട് ചുരുണ്ടുകൂടി. ഇങ്ങേർക്ക് ഇത് തണുക്കുന്നില്ല ഈശ്വര. അവൾ പിറുപിറുത്തുകൊണ്ട് അവിടെ കാലിനരികിൽ ചവിട്ടുകൊണ്ട് കിടന്നിരുന്ന പുതപ്പ് കാലുകൊണ്ട് വലിച്ചെടുത്ത് തങ്ങൾക്ക് മേലായി വിരിച്ചിട്ടു. അവളൊന്ന് അനങ്ങിക്കൊണ്ടാണെന്ന് തോന്നുന്നു. ഒരു കൈ കൊണ്ട് അവളെ ചുറ്റിക്കിടന്നവൻ ഒന്ന് മൂളിക്കൊണ്ട് ഇളകി കിടന്നു. ആഹാ, എന്താ കിടത്തം! ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വെക്കായിരുന്നു. അവൾ തനിക്കരികിൽ ചുണ്ടും ചുളുക്കിടക്കുന്നവന്റെ ചുണ്ടുകൾ പയ്യെന്ന് കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു. ബൊമ്മി! അവൻ ഉറക്കിപ്പിച്ചില്ലെന്ന പോലെ അവള് വിളിച്ചു. എന്റെ ദേവി, ഈ തിമിംഗലം എഴുന്നേറ്റോ? അവൾ സ്വയം ചോദിച്ചുകൊണ്ട് വേഗം അവന്റെ ചുണ്ടുകളിൽ നിന്ന് കൈ പിൻവലിച്ചു. എനിക്ക് ഉമ്മ വെക്കണം. നീ എന്റെ അടുത്തേക്ക് വാ ബൊമ്മി. നിന്റെ ഈ കണ്ണുകൾ കാണുമ്പോ എനിക്ക് എന്ത് ഇഷ്ടമെന്നറിയോ? വന്നിപ്പോ അങ്ങേക്ക് ഉറങ്ങുമ്പോ അതായി ചിന്ത. അവളൊന്നും ചൊടിയോടെ പിറുപിറുത്തുകൊണ്ട് അവന്റെ ചുണ്ടിൽ വിരൽ കൊണ്ടൊരു കൊട്ടുവെച്ച് കൊടുത്തും അവിടെ അവന്റെ മുഖത്ത് ചുളിവുകൾ വീണു തുടങ്ങിയിരുന്നു. അവൻ കണ്ണുകൾ തുറക്കുന്നു എന്ന് കണ്ടതും അവൾ അവനരിയിൽ നിന്ന് നീങ്ങിക്കിടന്നു. കണ്ണുകളൊന്ന് ഇറുക്കെ ചിമ്മി തുറന്നവൻ ആദ്യം കാണുന്നത് തന്റെ മുഖത്തേക്ക് തന്നെ നോക്കി ഉണർന്നു കിടക്കുന്ന അവളുടെ സ്നേഹപൂർണമായ മുഖമാണ്. ഭംഗിയുള്ള അവളുടെ ചുണ്ടുകളിൽ അദൃശ്യമായ ഒരു ചെറുചിരി നിറഞ്ഞു നിൽക്കുന്ന പോലെ, അതവന്റെ ഉള്ളം തൊട്ടുണർത്തുന്ന പോലെ. അതിൽ മയങ്ങി അവളെ അങ്ങനെ നോക്കിക്കിടക്കെ അവന്റെ ഉള്ളിൽ അതിരില്ലാത്തൊരു സ്നേഹതരംഗം പടർന്നു കയറി തുടങ്ങിയിരുന്നു. പുറത്ത് മഴ പെയ്യുന്ന പോലെ അവളുടെ സാന്നിധ്യം അവനിൽ അനിയന്ത്രിതമായി പെയ്തിറങ്ങുകയായിരുന്നു. മഴക്കുഴി പോലെ മഞ്ഞുവാരിയ ആകാശം ആ വിളങ്ങിയ വെളിച്ചത്തെ തടയുമ്പോഴും അവളുടെ മുഖത്തു നിന്നുള്ള പ്രകാശം അവനിലാകെ വെളിച്ചം പരത്തുന്ന ഒരു പ്രണയപ്രകാശമായി തീർന്നിരുന്നു. അവളിൽ നിന്നൊഴുകിയ സ്നേഹത്തിന്റെ ശാന്തത, അതിന്റെ ഭാരം പോലും അവന്റെ ഹൃദയം മൗനത്തിൽ വഹിച്ചു. അവളുടെ ദൃശ്യത്തിൽ അലിഞ്ഞു പോവാനായിരുന്നു അവന്റെ മനസ്സിലെ ആഗ്രഹം. ഒന്നും പറയാതെ ഒരു ചുംബനം പോലെ, നിശബ്ദമായും തീണ്ടലുകൾ പോലെ മനസ്സിന്റെ അതിരുകൾ സ്പർശിച്ചുകൊണ്ടും ആ പുലരിയിൽ അവൾക്കൊപ്പം അലിഞ്ഞു ചേരാൻ അവന്റെ ഉള്ളം തുടിച്ചു. എന്താ കുഞ്ഞിത്തമ്പുരാൻ എഴുന്നേൽക്കാനൊന്നും ഉദ്ദേശല്ലേ? അവൾ തന്നിൽ നിന്ന് മിഴികൾ പറിച്ചു മാറ്റാതെ ഏതോ ലോകത്തെന്ന പോലെ കിടക്കുന്നവനെ നോക്കി സൗമ്യമായി ചോദിച്ചു. ഈ വെളുപ്പാങ്കാലത്ത് അതും ഇങ്ങനെ മഴ തിമിർത്തു പെയ്യുമ്പോ എങ്ങനെയാടി കിടക്കപ്പായി എഴുന്നേക്കാൻ തോന്നുന്നു എന്റെ ബൊമ്മി? അവൻ തങ്ങൾ ഇരുവരെയും ഒരുപോലെ മൂടിയിരിക്കുന്ന പുതപ്പിനുള്ളിലേക്കൊന്ന് ചുരുണ്ടുകൂടിക്കൊണ്ട് അടഞ്ഞ ശബ്ദത്തിൽ അവളോട് പറഞ്ഞു. എന്നാലേ ഇയാളവിടെ കിടന്നു, എനിക്ക് രാവിലെ എഴുന്നേറ്റ ശീലം. അതിപ്പോ എന്താണെന്ന് പറഞ്ഞാലും എനിക്ക് 6 മണി കഴിഞ്ഞ് ഉറങ്ങുന്നത് ഇഷ്ടമല്ല. അവൾ പറയുന്നതിനൊപ്പം തന്റെ ദേഹത്തുനിന്ന് പുതപ്പെടുത്ത് മാറ്റിക്കൊണ്ട് എഴുന്നേറ്റു. നീ എന്താടി ഭാര്യ ഇങ്ങനെ? ഞാനിവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുമ്പോ നീ മാത്രം ഇങ്ങോട്ടായി ധൃതി പിടിച്ച് ഓടുന്നു, അത് ഈ വെളിച്ചം കൂടി വരാത്ത നേരത്ത്. അവൻ കിടക്കയിൽ എഴുന്നേറ്റിരിക്കുന്നവരുടെ കയ്യിൽ പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ ഞാനെന്ത് വേണം? നിങ്ങൾ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കുന്നവരെ നിങ്ങൾ കൂട്ടിയിരിക്കണോ? അവൾ തന്റെ അഴിഞ്ഞുലഞ്ഞ മുടിയൊന്ന് അമ്മ കെട്ടി വെക്കുന്നിടയിൽ അവനോട് ചോദിച്ചു. കൂട്ടിയിരിക്കണ്ട, കിടന്നാ മതി. അവൻ പറയുന്നതിനൊപ്പം അവളെ ഇടുപ്പിലൂടെ ചുറ്റിയെടുത്ത് തനിക്കടുത്തേക്ക് കിടത്തിക്കൊണ്ട് അവളെ പൂണ്ടടക്കം കെട്ടിപ്പിടിക്കുന്നതിനൊപ്പം ക്ഷണനേരത്തേക്ക് തങ്ങളിൽ നിന്ന് അകന്നുപോയ ആ പുതപ്പിന്റെ ആവരണം തങ്ങൾക്ക് മേലേക്ക് വീണ്ടും വലിച്ചു ചേർത്ത ശേഷം അവളുടെ കഴുത്തിരിക്കിലേക്ക് മുഖം ചേർത്തു വെച്ചു. നാഥാ. തന്നെ ഒന്ന് അനങ്ങാൻ പോലും സമ്മതിക്കാതെ കൈകൊണ്ടും കാലുകൊണ്ടും ഒരുപോലെ ചുറ്റി വരിഞ്ഞു കിടക്കുന്നവനെ അവൾ ശാസനയുടെ സ്വരത്തിലൊന്ന് വിളിച്ചു. നീ വെറുതെ എന്റെ പേര് വിളിച്ച് കളിക്കണ്ടടി യക്ഷിക്കുഞ്ഞേ, ഞാൻ മാറൂല. അവൻ അവളുടെ കഴുത്തിൽ നിന്ന് മുഖം മാറ്റാതെ പറയുന്നതിനൊപ്പം ആ നേരിയതിനിടയിലൂടെ കൈ കടത്തിക്കൊണ്ട് അവിടെ ഭാഗത്ത് ആലോലിച്ചുകൊണ്ടിരുന്നു.
എനിക്ക് കുളിക്കണം. ആൾ അവന്റെ തോളിലായി ചെറുങ്ങനെയൊന്ന് തള്ളിക്കൊണ്ട് അവനോട് ചോദിച്ചു. കുറച്ച് കഴിയട്ടെ, ഞാൻ തന്നെ കുളിപ്പിച്ചു തരാം. അവനൊന്ന് കുറുകിക്കൊണ്ട് അവളോട് പറഞ്ഞു. അയ്യടാ, ഇയാൾ പിന്നെ കുളിപ്പിക്കാൻ വരണ്ട. ആദ്യം സ്വയം അടിച്ചു നനച്ച് കുളിക്കാൻ നോക്ക്. ഇന്നലെ വന്ന് ആ കോലത്തിൽ കയറി കിടന്നല്ലോ താൻ. വലിയ ഇല്ലത്തെ കുഞ്ഞി തമ്പുരാനായിട്ട് എന്താ കാര്യം? വൃത്തിയില്ല, വെടിപ്പില്ല. അവൾ തന്റെ വയറിനെ തഴുകി തലോടുന്നവന്റെ കൈകളെ പിടിച്ചു വെക്കാൻ ശ്രമിച്ചുകൊണ്ട് അവനോട് കെറിവിച്ചു. എല്ലാം നീ ഒത്തൊരുത്തിയാർന്നാ. അവൻ പറഞ്ഞുകൊണ്ട് തന്നെ തടയാൻ ശ്രമിക്കുന്ന അവളുടെ കൈ പിടിച്ചെടുത്തുകൊണ്ട് തന്റെ തലമുടിയിലേക്ക് വെപ്പിച്ചു. ആ, ഇനിയിപ്പോ അത് പറഞ്ഞാൽ മതിയല്ലോ. പറച്ചിൽ കേട്ടാ തോന്നും ഇയാൾക്ക് കുളിക്കാൻ വെച്ച വെള്ളം ഞാൻ കുടിച്ചു വറ്റിച്ചു എന്ന്. അവൾ പറഞ്ഞുകൊണ്ട് അവൻ തലയിൽ വെച്ചിരുന്ന കൈ കൊണ്ട് ആ പിന്തലയിലായി നല്ലൊരു കിഴുക്കങ്ങ് വെച്ചു കൊടുത്തു. എടി ഭാര്യ, അവൻ അവളെ ഒന്ന് ഞെക്കിപ്പിടിച്ചുകൊണ്ടെന്ന് വിളിച്ചു. ദേ, ഇയാൾ മര്യാദ കിടന്നില്ല അച്ഛാ. ഇന്നലത്തെ പോലെ നല്ലൊരു ചവിട്ടങ്ങ് വെച്ചിരുന്നു ഞാൻ. അവന്റെ ആ പിടുത്തത്തിലൊന്ന് ഞെങ്ങി ഞെരിഞ്ഞു പോയവൾ അവനോട് ചൊടിയോടെ പറഞ്ഞു. നീ എന്തിനാടി എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? എനിക്കാണ് ഇനി ഉപദ്രവിക്കുമ്പോഴൊക്കെ നിന്നതേ ഇതുപോലെ അങ്ങ് ഉമ്മ വയ്ക്കാൻ തോന്നും. അവൻ പറയുന്നതിനൊപ്പം മുഖമുയർത്തി അവളുടെ ചുണ്ടുകളിൽ നിന്ന് അമർത്തി മുത്തിക്കൊണ്ട് അകന്നു. നിങ്ങൾ ശരിയല്ല. ഇത്തിരി സ്ഥലം തന്നാലേ നിങ്ങളവിടെ ടെന്നീസ് കോർട്ട് കിട്ടും. ആൾ പറഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഇല്ല, ഞാനിനി ഒന്നിനു വരില്ല, നീ പോവല്ലേ പ്ലീസ്. അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും അവളുടെ കഴുത്തിരിക്കൽ അഭയം പ്രാപിച്ചു. മര്യാദക്ക് കിടന്നുറങ്ങണമെങ്കിൽ ഉറങ്ങും, ഇല്ലാച്ച സത്യം കിട്ടി തലമണ്ട തകർക്കും ഞാൻ. ആൾ പറഞ്ഞുകൊണ്ട് അവനെ തലക്കിട്ടൊന്ന് കൊടുത്തു. ഒരു ഗ്യാപ്പ് കിട്ടി അപ്പ ഒരു ചുണ്ടും കൂർപ്പിച്ചു മുമ്മുണ്ണി. ആൾ അവന്റെ താടയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കെറിവിച്ചു. ഞാൻ കൊതി മിണ്ടാതെ കിടന്നുറങ്ങണോ. വീണ്ടും എന്തോ പറയാമെന്നവനെ തടഞ്ഞുകൊണ്ടവൾ പറഞ്ഞതും അവൻ ചുണ്ടും ചുളുക്കിക്കൊണ്ട് അവളിലേക്ക് പതുങ്ങിക്കൂടി. നാൽപ്പാട് തറവാട് മുറ്റത്തേക്ക് അവരുടെ കാർ വന്ന് നിൽക്കുമ്പോൾ സമയം 6 മണി കഴിഞ്ഞിരുന്നു. ഇന്ദ്രൻ കാർ ഷെഡിലേക്കായി കയറ്റി നിർത്തിക്കൊണ്ട് തനിക്ക് അടുത്ത സീറ്റിലിരിക്കുന്നവരെ നോക്കി. അവരിപ്പോഴും ഒന്നും അറിയാതെ അതേ ഉറക്കത്തിലാണ്. പുറത്ത് മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ അവൻ ഡാഷ്ബോർഡിൽ ഇരുന്ന കൂടെ കയ്യിലേക്ക് എടുത്തുകൊണ്ട് അവളെ കുലുക്കി വിളിച്ചു. നീലി ഡീ. അവൻ 2 വട്ടം കുലുക്കി വിളിച്ചപ്പോഴേക്കും അവൾ മടിയോടെ തന്റെ കണ്ണുകൾ തുറന്നിരുന്നു. എഴുന്നേൽക്ക്, നമ്മളെത്തി. അവൻ പറഞ്ഞു. അവൾ കുഞ്ഞിനെ ഒന്ന് അടക്കി പിടിച്ചുകൊണ്ട് നിവർന്നിരുന്നു. നീ ഇവിടെ ഇരിക്കുക, പുറത്ത് നല്ല മഴയാ. അവൻ അവളോട് പറഞ്ഞുകൊണ്ട് കയ്യിൽ കരുതിയ കുടയുമായി വെളിയിലേക്ക് ഇറങ്ങിയ ശേഷം അവൾ ഇരിക്കുന്ന വശത്തെ വാതിൽ തുറന്നു കൊടുത്തു. അവൾ ഉടുത്തിരുന്ന സാരിയുടെ തലപ്പിനാൽ കുഞ്ഞിനെ ഒന്ന് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൾ നീട്ടിപ്പിടിച്ച കുടക്കീഴിലേക്ക് ഇറങ്ങി നിന്നു. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉമ്മറപ്പടി ലക്ഷ്യം വെച്ച് നടന്നു നീങ്ങി. അന്തരീക്ഷത്തിലേക്ക് ഇപ്പോഴും വെളിച്ചം കടന്നു വരാത്തതുകൊണ്ടാവണം തറവാട് അവിടെയുള്ളവർ ഇപ്പോഴും മയക്കത്തിൽ തന്നെയാണ്. നിർത്താതെയുള്ള കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കാതുകളെ മടുപ്പിച്ചുകൊണ്ട് മുഴങ്ങിക്കേട്ടതും സൗദാമിനി എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് കട്ടിൽ നിന്ന് എഴുന്നേറ്റു. ഈ സൂര്യൻ ഉദിക്കാത്ത നേരത്തെ ഇതിപ്പോ ആരാ എഴുന്നള്ളിയിരിക്കണേ? അവർ തികഞ്ഞ ഇഷ്ടക്കേടോടെ പിറുപിറുത്തുകൊണ്ട് മുറിക്ക് വെളിയിലേക്ക് ഇറങ്ങി. ആരും ഉണർന്നിട്ടുണ്ടാവില്ല ഇന്ദ്രേട്ടാ. കോളിംഗ് ബെല്ലിൽ നിന്ന് കൈയെടുക്കാതെ അതിന് ഞെക്കി പൊട്ടിച്ച് അടങ്ങുമെന്ന ഭാഗത്ത് നിൽക്കുന്നവനെ കാണി നീലി അവനോട് ദയനീയമായി പറഞ്ഞു. ഉണർന്നില്ലെങ്കിൽ ഉണർത്താൻ എനിക്കറിയാം. അവൻ പറഞ്ഞുകൊണ്ട് തന്നെ ജോലി ഉണർന്നു. ഇങ്ങനെ ദേവി, ആളുള്ളിൽ പറഞ്ഞുകൊണ്ട് വാതിലേക്ക് നോട്ടം തിരിച്ചു. ഹൗ, എന്താ എന്തിനാ അതിനെങ്ങനെ ഞെക്കിക്കൊല്ലണേ? സൗദാമിനി വാതിൽ തുറന്നുകൊണ്ട് കണ്ണു വിളിച്ച് മുന്നിലേക്ക് നോക്കി തിരക്കിയതും കാണുന്നത് കുഞ്ഞിനെയും പിടിച്ചു നിൽക്കുന്ന നീലിയെയാണ്. ഓ, കേട്ടില്ല മാമ, അതും ഇതൊക്കെ കഴിഞ്ഞെത്തിയോ? ആരോളിൽ നിന്ന് കണ്ണുകൾ മാറ്റാതെ ഉള്ളിൽ ഞൊടിഞ്ഞു. നീ എന്തിനാ ഇന്ദ്ര അതിങ്ങനെ ഞെക്കി പൊട്ടിക്കുന്നേ? കുറച്ചേരം ഒന്ന് കാത്താരെന്താ നിനക്ക്? അവര് തനിക്ക് മുന്നിലേക്ക് വന്നവനെ നോക്കി കനത്ത മുഖഭാഗത്തോടെ ചോദിച്ചു. കാത്തു നിൽക്കുന്ന ശീലം ഞാൻ അങ്ങ് നിർത്തി. അവൻ പറഞ്ഞുകൊണ്ട് അവരെ മറികടന്നകത്തേക്ക് കയറി. അവന് പുറകെയായിട്ട് അവളും. അങ്ങോട്ടേക്ക് എങ്ങോട്ടാ? തനിക്കൊപ്പം വരാതെ താഴെയുള്ള തന്റെ മുറി ലക്ഷ്യം വെച്ച് നടക്കുന്നവളെ കാണാൻ ഇന്ദ്രൻ തന്നെ ശബ്ദമുയർത്തി. ഞാൻ മുറി ഇത്ര നാളും എങ്ങനെയായിരുന്നോ? ഇനിയും അങ്ങനെ മതി. അതല്ല, ഇനി നിനക്കത് പറ്റില്ലെന്നാണെങ്കിൽ ആ കഴുത്തിൽ കിടക്കുന്ന ഊരി തന്നേക്ക്. അവൻ അവളെ നോക്കി അറുത്തു മുറിച്ച് പറഞ്ഞു. അവൾ വേഗം മുകളിലേക്കുള്ള പടി കയറി തുടങ്ങിയിരുന്നു. എന്റെ ദേവി, ഈ സിമ്മ എന്താ ഇങ്ങനെ നിന്ന് നിൽപ്പിലല്ലേ ചാടി കടിക്കാൻ വരുന്നത്? അവൾ ചുണ്ടിനിടയിലിട്ട് പിറുവിറുത്തുകൊണ്ട് മുകളിലേക്ക് നടന്നു നീങ്ങി. ഇത്ര പെട്ടെന്ന് അവിടെ ചൂട് പറ്റി കിടക്കാതെ ഉറങ്ങില്ല എന്ന അവസ്ഥയിലായോ നീ? സൗദാമിനി അവൾക്ക് പുറകെയായി മുകളിലേക്ക് നടന്നു നീങ്ങുന്നവനെ നോക്കിക്കൊണ്ട് പുച്ഛത്തോടെ തന്നെ മനസ്സിൽ പറഞ്ഞു. എത്ര നാള് നീ അവളെങ്ങനെ ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കുമെന്ന് നമുക്ക് നോക്കാം. അവർ സ്വയം പറഞ്ഞുകൊണ്ട് തന്റെ മുറി ലക്ഷ്യം വെച്ച് നടന്നു നീങ്ങി. ഇന്ദ്രന്റെ മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയതും ആൾക്കുള്ളിലേക്ക് ഇതിനുമ്പ് പല പ്രാവശ്യം ഇവിടേക്ക് വരാനിടയായ സാഹചര്യങ്ങൾ ഓരോന്നായി കടന്നു വന്നുകൊണ്ടിരുന്നു. ഒന്നില്ലെങ്കിൽ ഉപദേശിക്കാൻ, അല്ലെങ്കിൽ വഴക്ക് പറയാൻ. ഇത് രണ്ടായാലും സിംഹത്തിന്റെ വക ഗർജനം പതിവാണ്. അവളൊരു നിശ്വാസത്തോടെ ഓർത്തു. ഇങ്ങനെ വഴി വന്ന് നിൽക്കാതെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്ക്. ഇന്ദ്രൻ വാതിലടച്ച് കുട്ടിയുടെ ശേഷം അവളുടെ ഇടുപ്പിൽ പിടിച്ചൊരു സൈഡിലേക്കായി മാറ്റിയിരുത്തിക്കൊണ്ട് പറഞ്ഞു.
അത് പ്രതീക്ഷിക്കാതിരുന്നവളൊന്ന് ഞെട്ടി അവനെ നോക്കിക്കൊണ്ട് അലമാര തുറന്ന് അതിൽ നിന്നൊരു കിടക്കവരി കയ്യിലേക്ക് എടുത്ത് തിരിഞ്ഞതും അവൻ അവളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായിക്കൊണ്ട് അത് മാറ്റി വിരിച്ചു കൊടുത്തു. ഇനി കിടത്തിക്കോ, അവൻ പറഞ്ഞുകൊണ്ട് അവിടുന്ന് മാറി കൊടുത്തു. അവൾ കുഞ്ഞിനെ കിടക്കിലേക്ക് കിടത്തിക്കൊണ്ട് ഒന്ന് കൊട്ടിക്കൊടുത്തു. അവനത് നോക്കിക്കൊണ്ട് അലമാരി തുറന്ന് ഉടുത്തിരുന്ന വസ്ത്രം മാറി ഒരു കാവ്യമുണ്ടെടുത്തെടുത്തുകൊണ്ട് അവൾക്കടുത്തേക്കായി വന്നു കിടന്നു. എന്തിനായിട്ടൊന്ന് മാറി, എനിക്ക് എഴുന്നേൽക്കണം. അല്പനേരം കഴിഞ്ഞ് കുഞ്ഞിനെ തട്ടി ഉറക്കിക്കൊണ്ടിരുന്നവൾ അവൻ നോക്കി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റിരിക്കാൻ ഒരുങ്ങി. വന്നു കയറിയില്ല, അതിനു മുമ്പേ അവൾ പറക്കാൻ ഒരുങ്ങി. മര്യാദക്ക് അവിടെ എവിടെയും ചുരുണ്ടുപിടിക്കോ. മനുഷ്യൻ ഇന്നലെ രാത്രി ഒരു പോള കണ്ണടച്ചില്ല. അപ്പോഴവിടെ അവൻ എഴുന്നേറ്റിരിക്കുന്നവളെ നോക്കി പറഞ്ഞു. അവളുടെ മുഖം ചുളിഞ്ഞു. അവിടെ കിടക്കടി. താൻ പറഞ്ഞിട്ടും കിടക്കാതെ നിൽക്കുന്നവളെ നോക്കി അവനൊന്ന് ഒച്ച ഉയർത്തിയതും എഴുന്നേറ്റിരുന്നവൾ അതേ സ്പീഡിൽ കിടക്കയിലേക്ക് കടന്നിരുന്നു. ഇത് വലിയ കഷ്ടമായല്ലോ എന്റെ ദേവി. ഇങ്ങനോട് ആരും പറഞ്ഞു നേരം പുറയുന്നതിന് മുന്നേ ഞങ്ങളെ കൊണ്ട് അവിടെ മുണ്ടുമുക്കി ഓടാൻ. ആൾ കിടക്കയിലേക്ക് കിടന്നുകൊണ്ട് ചുണ്ടുകുറിപ്പിച്ച് ആലോചിച്ചു. വാലിനെ തീ പിടിച്ച പോലെയല്ലേ സിംഹ അവിടുന്ന് ഓടിയത്. ആൾ പിറുവിറുത്തവും അവനവളെ തനിക്ക് നേരെ തിരിച്ചെടുത്തിക്കൊണ്ട് കെട്ടിപ്പിടിച്ചത് ഒരുപോലെയാണ്. വാലിന് മാത്രമല്ല വേറെ പലയിടത്തും തീ പിടിച്ചിട്ടുണ്ട്. എന്തേ, നിനക്ക് കാണണോ? അവനവളുടെ കാതുകൾക്കരികിലേക്ക് മുഖം ചേർത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു. അവളൊന്ന് ശ്വാസം എടുക്കാൻ മറന്നുകൊണ്ട് അവന്റെ പിടിയിലകപ്പെട്ട് അങ്ങനെ കിടന്നു. തന്നെ ഇറുകെ പുണർന്ന് കിടക്കുന്നവന്റെ ശബ്ദം കാതിനെയും ശരീരത്തെ ഒരുപോലെ വിറപ്പിച്ചുകൊണ്ട് കടന്നുപോയതും ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പോലും മറന്നുപോയവൾ. അതിശയം കൊണ്ടോ അതോ ആ സാന്നിധ്യത്തിന്റെ ഭാരം കൊണ്ടോ അതിന്റെ തീവ്രതയിൽ തളർന്നൊരു പുഷ്പം പോലെ അവന്റെ കരുത്തുള്ള പിടിയിൽ നിശ്ചലമായി അവൾ അങ്ങനെ കടന്നുപോയി. ഇവിടുന്ന് എവിടെയും തനിക്കിനി പോകാൻ കഴിയില്ല. അങ്ങനെയൊന്നും വേണമെന്നും തോന്നിയില്ല. അവന്റെ കൈകൾക്കുള്ളിലായി തീർന്ന തന്റെ ശരീരത്തെ ഓരോ മൂലയും അവൾ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. അവന്റെ ആ വാക്കുകൾക്ക് മറുപടിയായി അവളിൽ നിന്നും പുറപ്പെട്ടത് വാക്കുകളല്ല, മറിച്ച് കനൽ പിടിച്ച ശ്വാസതാളത്തിന്റെ പൊള്ളലേൽപ്പിക്കുന്ന സ്പർശനങ്ങൾ മാത്രമായിരുന്നു. അവളെ ചുറ്റിപ്പിടിച്ചിരുന്ന അവന്റെ കൈകളിൽ ഒരേ സമയം ഒരു തണലൊരു തീയും ഒളിച്ചിരിക്കുന്ന പോലെ. വെറുമൊരു സ്പർശം പോലെയുള്ള അതിന്റെ ആ സമ്മിശ്രാനുഭൂതിയിൽ അവൾ ഉരുകി ഒലിക്കുമ്പോൾ അവൾ ചിന്തിച്ചു, ഇനി എന്തെല്ലാം സംഭവിച്ചാലും ഈ ഒരു നിമിഷം മുഴുവൻ ജീവിതം പോലെ വേണം അനുഭവിക്കാൻ. അതിന്റെ മാന്ത്രിക വലയത്തിൽ അകപ്പെട്ടുകൊണ്ട് അവൾ തന്റെ കണ്ണുകൾ അടച്ചു. നീലി. അവളിൽ നിന്ന് യാതൊരുവിധ അനക്കവും കേൾക്കാതെ വന്നു അവനോട് അത്രയും പതുക്കിയൊന്ന് വിളിച്ചു. ആദ്യമായിട്ടായിരിക്കും അവൻ ഇത്ര മൃദുവായി അവളുടെ നാമം ഉരുവിടുന്നത്. അതിതീർത്ത അത്ഭുതത്തിൽ അവൾ തന്റെ കണ്ണുകൾ വലിച്ചുറന്നുകൊണ്ട് അവനെ നോക്കി. തന്റെ നെഞ്ചിൽ പതുങ്ങിക്കിടന്നുകൊണ്ട് തന്നെ നോക്കുന്നവളെ കാണെ അവളോടുള്ള പ്രണയവും മോഹം ഒരുപോലെ സിരകളിലൂടെ ചൂട് പിടിച്ച് ഒഴുകുന്നത് അവൻ അറിഞ്ഞു. ആ കൂളമിഴികൾ തന്നെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന കാണെ ആ കണ്ണുകൾക്ക് മേലൊരു ചുംബനർപ്പിക്കാൻ അവന് തോന്നിപ്പോയി. അവന്റെ ആ ലോലഭാവം ഒരേ സമയം അവളിൽ അത്ഭുതവും ആകാംക്ഷയും സൃഷ്ടിക്കുന്ന ഒന്നായി മാറി. സിംഹമെന്ന് വിളിച്ചതിനെ ശകാരിക്കുമെന്ന് കരുതിയവൻ തന്നോട് പെരുമാറുന്ന രീതി അത് അവളിൽ തെല്ലൊന്നുമല്ല ആശ്ചര്യം തീർത്ത്. ആ ആശ്ചര്യം അത്രയും ആ മുട്ടക്കണ്ണുകൾ തെളിഞ്ഞ് കാണുന്നുണ്ട്. എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. അത്രയും ആകാംക്ഷയോടെ തന്നിൽ നിന്ന് വരുന്ന വാക്കുകൾക്കായി കാതോർത്തുകൊണ്ട് തന്റെ മുഖത്തേക്ക് നോക്കിക്കിടക്കുന്നവളുടെ തല വീണ നെഞ്ചിലേക്ക് തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞതും അവന്റെ ആ ചെറുതായി മുറുകി തുടങ്ങിയ നെഞ്ചിൻ താളത്തെ തന്റെ കാതുകളിലേക്ക് ഏറ്റുവായിക്കൊണ്ട് അങ്ങനെ കിടന്നു. അടുത്ത ആഴ്ച ഇവിടെ കൊടിയേറ്റാണെന്ന് അറിയില്ല നിനക്ക്? അവനവിടെ കവിളിലേക്കായി ചേർത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു. ആദ്യമായി അവനിൽ നിന്നറിയുന്ന ആ മൃദുല സ്പർശത്തിൽ മയങ്ങിക്കൊണ്ട് അവളൊന്ന് മൂളി. ഇപ്രാവശ്യത്തെ കൊടിയേറ്റത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? അവൻ പെരുവിരലിനാൽ ആ കവിളിനെ ഒന്ന് തഴുകിക്കൊണ്ട് ചോദിക്കേ അവന്റെ തോളിലും നെഞ്ചിനുമിടയിൽ നിലകൊണ്ട് അവളുടെ ഇടത് കൈവിരലുകളൊന്ന് ചുരുണ്ടു. ഇപ്രാവശ്യം കൊടിയേറ്റം നടക്കുന്നത് ഇരണ്ടത്ര ഭഗവതിക്ക് മാത്രമായിരിക്കില്ല, ചന്ദനക്കാവിലും അത് സംഭവിക്കും. അവൻ പറഞ്ഞതും അതുവരെ അവന്റെ ഓരോ ചലനത്തിലും മയങ്ങിക്കിടന്നിരുന്നവൾ ഒരു ഞെട്ടിലോടെ അവനെ മുഖമുയർത്തി നോക്കി. ഇപ്പൊ മനസ്സിലായോ എന്തിനാ ഞാൻ വാലിന് തീ പിടിച്ച പോലെ രാത്രി നിങ്ങളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടെന്ന്? അവൻ തന്നെ വീഴ്ച നോക്കി കിടക്കുന്നവളെ നോക്കി ഗൗരവഭാവത്തിൽ ചോദിച്ചു. ഇന്ദ്രേട്ടാ? അവൾ അവന്റെ വാക്കുകളെ വിശ്വസിക്കാനാതെ പോലെ ഒന്ന് വിളിച്ചു. സത്യമാണ്, ഈ പ്രാവശ്യം രണ്ടു കൂടിയിട്ട് ഒരുമിച്ച് നടത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അവൻ തന്നെ വീഴ്ച നോക്കുന്നവളെ നോക്കി ഉറപ്പോടെ പറഞ്ഞു. അവൾ അറിയാതെയൊന്നും മിന്നിയിറക്കി പോയി. ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ആരെയിപ്പ ഇങ്ങനെ തീരുമാനമെടുത്ത്? ഇത് പ്രശ്നാവില്ലേ? ആളുകൾ അറിഞ്ഞതിന് സമ്മതിക്കോ? അതുമല്ല, ചന്ദ്രമംഗലത്തുള്ളവരതിനോട് എങ്ങനെ പ്രതികരിക്കും? അവളുള്ളിൽ തോന്നിയ ചോദ്യങ്ങൾ ഓരോന്നും ആദിയോട് അവന് നേർക്ക് തൊടുത്തു വിട്ടുകൊണ്ടിരുന്നു. ചന്ദ്രമംഗലത്തുള്ളവർ തന്നെയാണ് ഇതിന് മുൻകൈ എടുത്ത് ഇറങ്ങിയിരിക്കുന്നത്. അവനൊരു ഉത്തരത്തിനായി തന്നെ നോക്കി ആദ്യോടെ ഇരിക്കുന്നവളോടായി പറഞ്ഞു. അപ്പൊ ശാപം? എന്ത് ശാപം? അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഈ ആളുകൾ ഓരോന്നും പറഞ്ഞുണ്ടാക്കുന്നതല്ലേ. അവൻ ആൾക്കുള്ളിൽ ആദ്യം അകറ്റാനെന്ന പോലെ സ്വാഭാവികമായി പറഞ്ഞു. പക്ഷെ ഇത്രയും ആളുകൾ ഒരുമിച്ച് ഇങ്ങനെ പറയുമ്പോൾ അതിൽ എന്തെങ്കിലും കാണാതിരിക്കുമോ? ആളവന്റെ വാക്കുകളെ പാടെ അവഗണിച്ചുകൊണ്ട് തിരക്കി. നീ അതിലെന്തെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? അവൻ അവളെ നോക്കി ഗൗരവത്തിൽ തിരക്കി.
വിശ്വസിക്കാൻ പാകത്തിനുള്ളതല്ലേ ആ കാവിനെ ചുറ്റിപ്പറ്റി അരങ്ങേറിയത് അത്രയും? അവൾ കേട്ടറിഞ്ഞ കാര്യങ്ങളുടെ ഓർമ്മയിൽ ഭീതിയോട് അവനോട് പറഞ്ഞു. ഇതിനുമുമ്പ് അതിന് ശ്രമിച്ചപ്പോഴൊക്കെ ഉണ്ടായ ദുരന്തങ്ങൾ ചെറുതല്ലല്ലോ. എൻ്റെ അച്ഛൻ പോലും തളർന്നു വീണത് അതിന് കൂട്ടിന്നിട്ടെന്നാ എല്ലാവരും പറയുന്നത്. പിന്നെ എങ്ങനെ ഇതിലൊക്കെ വിശ്വസിക്കാതിരിക്കും? ആൾ അവനെ നോക്കി നിറഞ്ഞ ആകുലതയോടെയും ഭയത്തോടെയും തിരക്കി. നീ അതിൽ വിശ്വസിക്കുന്നുണ്ടോ? അതാ എൻ്റെ ചോദ്യം. അവനോട് ഭീതി നിറഞ്ഞ കണ്ണുകളിൽ നോക്കി ഉറച്ച ശബ്ദത്തിൽ തിരക്കി. എനിക്കറിയില്ല. ഒരേ സമയം ഞാനതിന് ഭയപ്പെടുന്നുണ്ട്, തിരസ്കരിക്കുന്നുണ്ട്. ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ എല്ലാം പൊരുൾ തേടി മനസ്സ് സഞ്ചരിക്കുമ്പോഴൊക്കെ ആ ഭയം എന്നെ വിഴുങ്ങുന്നത് എനിക്കറിയാൻ കഴിയുന്നുണ്ട് ഇന്ദ്രേട്ടാ. ഒരു പക്ഷേ ആ ഭയം എൻ്റെ അച്ഛൻ അനുഭവിച്ചത്രയും മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുറ്റിനുള്ളവരിൽ നിന്ന് പകർന്നവാം. ഇത് രണ്ടാണെങ്കിലും ഞാൻ ഇന്നതിന് ഒരുപാട് ഭയപ്പെടുന്നുണ്ട്. ആളവനെ നോക്കി ഭീതിയോടെ പറഞ്ഞു. അവൻ അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർന്ന് പൊതിഞ്ഞ് പിടിച്ചു. എനിക്ക് ഭയം തോന്നുന്നുണ്ട് ഇന്ദ്രേട്ടാ. കഴിഞ്ഞു പോയതെല്ലാം ഒരു ആവർത്തനം പോലെ ഉണ്ടായ ഞാനും മോളും. ആളവനെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്താൻ നെഞ്ചിരിപ്പോടെ പറഞ്ഞു. അവന്റെ കൈകൾ ഇത്തിരി കൂടി അവളെ തന്നിലേക്ക് ആവാഹിച്ച് ചേർത്തിരുന്നു. അവൾക്ക് പിന്നെ ആ ടീച്ചറുണ്ട്, ഞാൻ നീക്കി. അവൾ ആ ഭീകര നിമിഷത്തെ മുന്നിൽ കണ്ടതുപോലെ ഒന്ന് പിടഞ്ഞു. കണ്ണുകളെല്ലാം നിമിഷ നേരം കൊണ്ട് നീറിപ്പുകഞ്ഞു. നീലി! ശാസനയോടെയുള്ള അവന്റെ വിളി ഉയർന്നു. അവൾ സ്വയം ശാന്തയാവാൻ ശ്രമിച്ചു. എനിക്ക് പേടിയായിട്ടല്ലേ? അവൾ ഒരു പരാതി പോലെ അവനോട് പറഞ്ഞു. നിനക്ക് പേടിക്കാൻ മാത്രമൊന്നും അന്നേ ദിവസം അരങ്ങേറില്ല. അവനവൾ തന്നിലേക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കഴിഞ്ഞു. അവൾ അവനിലേക്ക് പതുങ്ങിക്കിടക്കുന്നതിനൊപ്പം അത് തിരുത്തിക്കൊണ്ട് പറഞ്ഞു. അത് കഴിഞ്ഞൊന്നും സംഭവിക്കില്ല. അത്ര പെട്ടെന്നൊന്നും ഇല്ലെങ്കിലെ തമ്പുരാട്ടിക്കുട്ടിയെ തനിച്ചാക്കി നാൽപ്പാട് തമ്പുരാൻകുട്ടിക്ക് പോവേണ്ടി വരില്ല. അവനവളുടെ മുടികൾ താലോലിച്ചുകൊണ്ട് പറഞ്ഞ അതേ നിമിഷം തന്നെ അവന്റെ നെഞ്ചിനെ പൊതിഞ്ഞിരിക്കുന്ന അവളുടെ കൈവിരലുകൾ അവിടെയൊന്ന് അമർന്നു. നീലി! അതറിഞ്ഞ അടുത്ത നിമിഷം അവനൊരു വിളിയോടെ തന്റെ കണ്ണുകളൊന്ന് ഇറുക്കി അടച്ചുകൊണ്ട് കൊതിച്ചുയരുന്ന രക്തത്തെയും ഹൃദയത്തെയും നിയന്ത്രിക്കാനാവാതെ ഒരു നിമിഷം അങ്ങനെ അങ്ങ് കിടന്നുപോയി. എനിക്ക് വേദനിച്ചു, അവൾ പറഞ്ഞുകൊണ്ട് തന്റെ കണ്ണുകൾ അടച്ചു. അത് കേൾക്കെ കണ്ണുകളടച്ച് കിടന്നവന്റെ ചുണ്ടുകൾ അത്രയും ഭംഗിയോടെ ഒരു പുഞ്ചിരി എടുത്തണിഞ്ഞിരുന്നു. നങ്ങേലി! അവളുടെ കാൽ വിരലുകളെ തന്റേതുമായി ഒന്ന് കോർത്തു വലിക്കുന്നതിനൊപ്പം അവൻ നിറഞ്ഞ ഹർഷത്തോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളുമായി ഒന്ന് ചെരിഞ്ഞിടുന്നുകൊണ്ട് ആ തോളുകളിലേക്ക് തന്റെ മുഖം പൂഴ്ത്തി. അവന്റെ ആ നീക്കങ്ങളൊന്നും മുന്നിൽ കാണാതിരുന്നവൾ ഉയർന്നുപോയ ശ്വാസഗതിയെയും ഇടിച്ചുപൊട്ടാറായ ഹൃദയത്തെയും ഒരുപോലെ പഴിച്ചുകൊണ്ട് അവന്റെ കൈക്കുള്ളിൽ അങ്ങനെ കിടന്നു. കാൽ വിരലുകളിൽ ഇപ്പോഴും അവന്റെ വിരലുകൾ തഴുകി തലോടുന്നുണ്ട്. കൈകൾ ആ കിടത്തത്തിലെപ്പോഴോ ഉലഞ്ഞുപോയ ആ സാരിക്കുടവിലൂടെ അവളുടെ ഇടുപ്പിലെ തുടുപ്പിൽ വിശ്രമിക്കുന്നുണ്ട്. അവയെല്ലാം അവളിൽ സൃഷ്ടിക്കുന്ന വേലിയേറ്റങ്ങൾ ചെറുതൊന്നുമല്ല. ഇന്ദ്രേട്ടാ! അവളൊരു വിറയലോടെ അവനെ വിളിച്ചു. ഉറങ്ങിടിപ്പോത്ത്. അടുത്ത നിമിഷം അത്രയും മൃദുവായ ആ ശബ്ദം അവളുടെ കാതുകളെ വിറപ്പിച്ചുകൊണ്ട് കടന്നുപോയി. നന്നാവില്ല, ഈ സിനിമ ഒരിക്കലും നന്നാവാൻ പോണില്ല. അത് കേട്ടതും അവളുടെ ചുണ്ടുകളൊന്ന് കോർത്തു വരുന്നതിനൊപ്പം ഉള്ളിൽ അത്രയും ലോലമായി ഒന്ന് മന്ത്രിച്ചുകൊണ്ട് അവൾ തന്റെ മിഴികൾ പൂട്ടി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.